ഹായ് ഫ്രണ്ട്സ്, UGC നെറ്റ് JRF കൊമേഴ്സ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് 25 ദിവസത്തെ ക്രാഷ് കോഴ്സ്, നോട്ട് ദാറ്റ് 25 ദിവസത്തെ ക്രാഷ് കോഴ്സ് ഈ ചാനലിലൂടെ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേ 14 ആണ്. ഡേ 13 വരെയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡേ 14 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിസിനസ് മാനേജ്മെന്റ് പാർട്ട് 2 ആണ്. ഡേ 13 ബിസിനസ് മാനേജ്മെന്റ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബിസിനസ് മാനേജ്മെന്റ് ഈസ് എ വൈഡ് സബ്ജക്ട്. We have to more time needed to complete the subject of business management. Okay. നമുക്ക് ഒരുപാട് സമയം ആവശ്യമാണ്. ബിസിനസ് മാനേജ്മെന്റ് സബ്ജക്ട് തീർക്കണമെങ്കിൽ ഒരുപാട് സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡേ 13, ഡേ 14, ഡേ 15 ഈ 3 ഡേയും നമ്മൾ ബിസിനസ് മാനേജ്മെന്റ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡേ 13 ഇതിന്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിരുന്നു, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. ഇന്ന് ഡേ 14 പാർട്ട് 2 ബിസിനസ് മാനേജ്മെന്റ് പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. കീ ഫോക്കസിംഗ് ഏരിയ, ലീഡർഷിപ്പ് തിയറീസ്, മാക്സ് വെബർ ബ്യൂറോക്രസി തിയറി. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ആയിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 2 ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാക്സ് വെബർ ബ്യൂറോക്രസി തിയറി കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ appearing in the UGC net JRF commerce exam. Okay. Also leadership theories, very much important leadership theories. Most repeated previous year question. PYQ means previous year question. Most repeated previous year question. Okay. We have to move slowly. Okay. First one, leadership theories. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ലീഡർഷിപ്പ് തിയറീസ്. ആ ലീഡർഷിപ്പ് തിയറീസ് ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് സമയം ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ലീഡർഷിപ്പ് തിയറീസ് ഒരുപാട് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സ്ലോയിൽ നീങ്ങാം. ഓക്കെ, വളരെ മെല്ലെ പതുക്കെ നീങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് UGC നെറ്റ് JRF കൊമേഴ്സ് നേടിയെടുക്കാനുള്ള ഒരു മെച്യൂരിറ്റിയിലേക്ക് നമുക്ക് നീങ്ങാം. ഓക്കെ. ലീഡർഷിപ്പ് തിയറീസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 4 കാറ്റഗറീസ്. 4 കാറ്റഗറീസ് ആയിട്ട് പ്രധാനമായിട്ട് ലീഡർഷിപ്പ് തിയറീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ട്രേറ്റ് തിയറീസ്, ബിഹേവിയറൽ തിയറീസ്, കണ്ടിജൻസി തിയറീസ്, ട്രാൻസ്ഫോർമേഷണൽ തിയറീസ്. These 4 theories are very important as in case of leadership. First one is leadership theories. ന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രേറ്റ് തിയറീസ്. What you mean by trade theory? ട്രേറ്റ് തിയറി പ്രകാരം പറയുന്നത് ഒരു ലീഡർ ആവാൻ ജന്മന ഇൻബോൺ ആയിട്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് ചില ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും, ചില പേഴ്സൺസിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഒരു മെച്യൂരിറ്റി ഉണ്ട്, ചെറുപ്പം മുതലേ ഒരു ലീഡർഷിപ്പ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, പ്രായത്തിൽ കവിഞ്ഞ പക്വത. ദാറ്റ്സ് എ പോയിന്റ്. പ്രായത്തിൽ കവിഞ്ഞ പക്വത. ഓക്കെ. നമുക്ക് ചിലപ്പോ ഒരാൾക്ക് ചിലപ്പോൾ 10 വയസ്സ് 12 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അവർക്ക് ചിലപ്പോൾ നല്ലൊരു 20 വയസ്സിന്റെ പക്വത ഉണ്ടാവും, 20 വയസ്സിന്റെ പക്വത ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. ഇൻബോൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പിൾ ഈസ് ഡീൽ ഇൻ ട്രേറ്റ് തിയറീസ്. ട്രേറ്റ് തിയറീസിൽ ഡീൽ ചെയ്യുന്നത് ഇൻബോൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പിൾ, ജന്മന ഒരാൾക്ക് ഉണ്ടാകുന്ന ലീഡർഷിപ്പ് ക്വാളിഫിക്കേഷനെ കുറിച്ച്, ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ചാണ് ട്രേറ്റ് തിയറിയിൽ പറയുന്നത്. അദ്ദേഹം ബോൺ ടു ആസ് എ ലീഡർ, അദ്ദേഹം ജനിച്ചത് തന്നെ ഒരു ലീഡർ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിലവരൊക്കെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ക്രിക്കറ്റ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ MS ധോണിയൊക്കെ, മഹേന്ദ്ര സിംഗ് ധോണിയൊക്കെ ട്രൂലി എ ക്യാപ്റ്റൻ ലീഡറാണ്. അദ്ദേഹം ഒരു ലീഡറാണ്. അദ്ദേഹത്തിന് ജന്മനാ ഒരു കഴിവുണ്ട്, അദ്ദേഹത്തിന് ഒരു മെച്യൂരിറ്റി ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ആർക്ക് ആവശ്യമാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻബോൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പിൾ, ഇൻബോൺ ആയിട്ടുള്ള കഴിവ് നമുക്ക് അത്യാവശ്യമാണ്. ജന്മനാ ഉള്ള കഴിവുകളെയാണ് നമ്മൾ ട്രേറ്റ് തിയറീസിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുക. ദെൻ ബിഹേവിയറൽ തിയറീസ്. രണ്ടാമത്തെ കേസാണ് ബിഹേവിയറൽ തിയറീസ്. ബിഹേവിയറൽ തിയറീസിനെ നമുക്ക് പ്രധാനമായിട്ട് 4 ആയിട്ട് തിരിക്കാം. മാനേജറിയൽ ഗ്രിഡ് തിയറി, റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. മാനേജറിയൽ ഗ്രിഡ് തിയറി is a repeated previous year question. Okay, repeated question. Then Kurt Lewin studies at the University of Iowa, Ohio State University study, University of Michigan studies. നമുക്ക് വളരെ സ്ലോയിൽ ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം മാനേജറിയൽ ഗ്രിഡ് തിയറി. We move on. Managerial grid theory. Very important previous year question. PYQ means previous year question. Okay. We move on it. This one is a chart given by Robert Blake and Jane Moulton. ഈ 2 പേർ ചേർന്നിട്ടാണ് മാനേജറിയൽ ഗ്രിഡ് തിയറി ഡെവലപ്പ് ചെയ്തത്. വെരി ഇമ്പോർട്ടന്റ് PYQ. I given a star for this. Okay.
Very important previous year question. Robert R. Blake and Jane Moulton developed the concept of managerial grid. Okay. മാനേജർ ഗ്രിഡിന് ഒരു ചാർട്ട് രൂപത്തിൽ നമുക്ക് വരക്കാം. ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ കൊടുക്കാം. പ്രൊഡക്ഷൻ ഹിയർ. താഴെ ഭാഗത്ത് പ്രൊഡക്ഷൻ കൊടുക്കാം. Sorry. Production. Here we can see that the people. Sorry. Okay. Let me. My handwriting is very bad as compared to all the peoples. Okay. Here people. That's it. People. Here people. Here production. Here people. Here people. Here production. That's it. Okay. We move on. There are 5 styles of leadership adopted by the persons. First one is, this is 9 into 9 matrix. 9 into 9 matrix. 9 into 9 matrix. നമുക്ക് നോക്കാം. ഓരോന്നും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. First one is improvised. Improvised 1 1 ആണ് കൊടുക്കുന്നത്. 1 1. 1 1 ആണ് improvised style of leadershipന് കൊടുക്കുക. 1 1. What do you mean by 1 1? 1 1. Here 1 is production 1. We can see that the production is 1, improvised style of leadership 1 1 1 1. Low production, low people. That is 1 1. Low production, low people. Country club again. We can see that low production, high people. I will move on the simple example. You can identify all the things. Okay. We will move on. Sorry for the. Okay. This one. ഇവിടെ പ്രൊഡക്ഷൻ ആണ് വരിക. PR only I given. ഇവിടെ people ആണ് വരിക. PE I will given. Okay. We will move on a simple example that you can identify all the things. First one is improvised style of leadership. Improvised style of leadership. 1 1. Improvised style of leadership is 1 1. 1 1. That you mean first one is production, second one is people. That's it. 1 1 means first one is production. ഈ one production ആണ് പറയാ. ഈ one നമ്മൾ എന്തിനാ പറയാ? People നെയാണ് പറയാ. അപ്പോൾ low production, low people. Low production, low people. Then country club 1 9 1 9. Country club 1 9 1 9. Country club 1 9 1 9. Here one is first one is production, second one is people. Second one is people. I will give the example, but you must identify this. Okay. 1 9. അപ്പോൾ നമ്മളിവിടെ ലോ പ്രൊഡക്ഷൻ ഹൈ പീപ്പിൾ. ലോ പ്രൊഡക്ഷൻ ഹൈ പീപ്പിൾ. ദാറ്റ് ഈസ് 1 ആണ് ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 1 മീൻസ് പ്രൊഡക്ഷൻ, ലോ പ്രൊഡക്ഷൻ. 9 മീൻസ് സെക്കൻഡ് വൺ ഈസ് പീപ്പിൾ. 9 മീൻസ് ഹൈ പീപ്പിൾ. ഹൈ പീപ്പിൾ, ലോ പ്രൊഡക്ഷൻ, ഹൈ പീപ്പിൾ. ദെൻ 9 9 ടീം ലീഡർ. 9 9 ടീം ലീഡർ. 9 9 ടീം ലീഡർ. 9 മീൻസ് ഫസ്റ്റ് 9 മീൻസ് പ്രൊഡക്ഷൻ, സെക്കൻഡ് 9 മീൻസ് people. High production, high people. High production, high people. That's it. 9 1 9 1 9 1. First 9 means then authoritarian 9 1. Authoritarian 9 1. First 9 means production. Second one is people. Second one is people. First 9 is production. Second one is people. Here 9. First 9 is production. Second one is people. 9 high production, low people. High production, low people. 9 is high, 1 is low. 9 is high, 1 is low. That's it. Okay, then we move on. 5 5 5 5 5 5 ആണ് മിഡിൽ ഓഫ് ദ റോഡിൽ വരിക കേട്ടോ. ഞാൻ അവിടെ എഴുതിയിട്ടില്ല. 5 5 മീഡിയം പ്രൊഡക്ഷൻ, മീഡിയം പീപ്പിൾ. That's it. Medium production, medium people. This is 9 into 9 matrix. 9 into 9 matrix. 81. We have to get 81. 9 into 9 matrix. 9 into 9 matrix style of leadership is developed by who? Robert Blake and Jane Moulton. Jane Moulton. Robert R. Blake and Jane Moulton they developed the concept of managerial grid. Managerial grid in the style of a matrix. In the style of a matrix. Improvised style is 1 9 1 1. That is low production, low people. Country club is 1 9. That is low production, high people. First one is related to production. Second 9 is related to people. Okay. That is low production, high people.
Then team leader 9. High production, high people. Both are 9. 9 is related to high. Then authoritarian 9-1. First 9 is production. Second one is people. That is high production and low people. We have to clear all the things. Okay. First one is, let me move on slowly. We will reach the target. Okay. Improvised style of leadership. Improve ചെയ്യാനുണ്ട് എന്നതാണ് അതിനർത്ഥം. നമ്മുടെ ഇംപ്രവൈസ്ഡിന്റെ ഫിഗർ എത്രയാണ്? 1-1 is improvised style of leadership. That is low. First one is production. Second one is people. അതായത് low production, low people. People's അതായത് എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നില്ല, പ്രൊഡക്ഷനെയും കൺസിഡർ ചെയ്യുന്നില്ല. That is 1-1. Next one. കൺട്രി ക്ലബ് ലീഡർഷിപ്പിന്റെ ഫിഗർ എത്രയാണ് വരുന്നത്? നോക്കാം. കൺട്രി ക്ലബിന്റെ 1-9 means first one is production, second 9 is people. That is low production, high people. Peopleസിന് ആവശ്യമായ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹൈ കൺസേൺ ഫോർ പീപ്പിൾ, ലോ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ. ദാറ്റ്സ് ഇറ്റ്. കൺട്രി ക്ലബ് പീപ്പിൾസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ പ്രൊഡക്ഷൻ ഇവർ അത്ര പ്രാധാന്യം കൊടുക്കില്ല. ദെൻ പേരിഷ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ മീൻസ് 9-1. ഫസ്റ്റ് 9 is production, second one is people. That is high production, low people. പീപ്പിൾസിന് അധികം കൺസിഡർ ചെയ്യില്ല. അതോറിറ്റേറിയനിൽ പീപ്പിൾസിന് അധികം കൺസിഡർ ചെയ്യില്ല, പ്രൊഡക്ഷൻ ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നെക്സ്റ്റ് വൺ മിഡിൽ ഓഫ് ദ റോഡ് 5-5. Medium production, medium people. Then team leadership 9-9. Team leadership means 9-9. That is high concern for production and high concern for people. പീപ്പിൾസിനെ കൺസിഡർ ചെയ്യും, പ്രൊഡക്ഷനെ കൺസിഡർ ചെയ്യും. ഇതാണ് മോസ്റ്റ് പോസിറ്റീവ് എക്സാമ്പിൾസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ടീം ലീഡർഷിപ്പ് ഈസ് കൺസിഡർ ആസ് എ മോസ്റ്റ് പോസിറ്റീവ് കൺസേൺ ഓഫ് ലീഡർഷിപ്പ്. അപ്പൊ നമ്മൾ ഇത്രയും 5 സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ആര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? റോബർട്ട് ആർ ബ്ലേക്ക്, ജെയിൻ മൗണ്ടൺ. ദിസ് വൺ ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഇതിന്റെ താഴെ പ്രൊഡക്ഷൻ ആണ് വരിക, ഇവിടെ പീപ്പിൾ ആണ് വരിക. ഓക്കെ, പ്രൊഡക്ഷൻ പീപ്പിൾ ബോത്ത് സൈഡ്. എക്സ് ആക്സിസിൽ വരിക പ്രൊഡക്ഷൻ, വൈ ആക്സിസിൽ വരിക പീപ്പിൾ. ഓക്കെ, there may be 5 styles of leadership: improvised, country club, team leader, authoritarian, middle of the road. Here he concerned about people and production. പ്രൊഡക്ഷനെ കുറിച്ചുമാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളത്. That's it. പീപ്പിളിനെയും പ്രൊഡക്ഷനെ കുറിച്ചാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളത്. വെരി മച്ച് ഇമ്പോർട്ടന്റ്, വെരി റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. Both 5 styles of leadership are very much important. You given the focusing area here. Focus ചെയ്ത് പഠിക്കുക, കാരണം വെരി മച്ച് ഇമ്പോർട്ടന്റ് തിങ്. മാനേജറിയൽ ഗ്രിഡ് ആൻഡ് ലീഡർഷിപ്പ് ഗ്രിഡ് എന്നൊക്കെ പറയുന്ന ഗ്രിഡ് തിയറി is very much important ആണ്. You should watch it. Okay, let me have some water. It's a long session. Managerial grid is very much important PYQ. We can give a star here. That is very much important previous year question. Okay, let me move on next. Next one is behavior. നമ്മളിപ്പോൾ പറഞ്ഞതില് ബിഹേവിയറൽ തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ മാനേജറിയൽ ഗ്രിഡ് തിയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കേർട്ട് ലിവിൻ സ്റ്റഡീസ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ലോവ. അദ്ദേഹം പറയുന്നത് 3 സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ടെന്നാണ്. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ, ഡെമോക്രാറ്റിക് സ്റ്റൈൽ, ലേസസ് ഫെയർ. വാട്ട് യു മീൻ ബൈ ഓട്ടോക്രാറ്റിക്? നിങ്ങൾ നിങ്ങളുടെ ഒരു ടീച്ചറെ തന്നെ സങ്കല്പിച്ചോളൂ. ഒരു ടീച്ചർ സങ്കല്പിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ്, അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടാവും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഒരാളുടെ നേച്ചർ ആണല്ലോ അത്. ചിലവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വെരി സ്ട്രിക്റ്റ് ടീച്ചേഴ്സ്, ദാറ്റ് ഈസ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ. നമ്മൾ പറയുന്നൊന്നും ചിലപ്പോൾ അവർ അംഗീകരിക്കണമെന്നില്ല. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലീഡർ ഉണ്ടാവും. ദാറ്റ് ഈസ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ, ഹൈലി സ്ട്രിക്റ്റ്. ദെൻ ഡെമോക്രാറ്റിക്, നമുക്ക് ആവശ്യമായിട്ടുള്ള സമയമൊക്കെ നമുക്ക് തരും. നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രീഡം ഒക്കെ തരും. നമ്മളെ ഡിസിഷൻ മേക്കിംഗിൽ നമ്മളെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ്. ഫൈനലി ലേസസ് ഫെയർ, കംപ്ലീറ്റ് ഫ്രീഡം ഗിവൺ ടു സ്റ്റുഡൻസ്. നിങ്ങൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് എംപ്ലോയീസിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഐ ഹാവ് നോ പ്രോബ്ലം.
എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തോളൂ, there is no problem. Okay, that is laissez-faire. Complete freedom given to the employees. There are 3 styles of leadership identified by Kurt Lewin. He studied in the Iowa University. Iowa University ൽ അദ്ദേഹം സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് പ്രകാരം 3 സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ആണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ, ഡെമോക്രാറ്റിക് സ്റ്റൈൽ, ലേസസ്-ഫെയർ സ്റ്റൈൽ. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ്. ബിഹേവിയറൽ തിയറീസ് ഓഫ് ലീഡർഷിപ്പിലെ മൂന്നാമത്തെ ഭാഗമാണ് ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ്. ഐഡന്റിഫൈഡ് ദ 2 ക്രിട്ടിക്കൽ ഡയമെൻഷൻസ് ഓഫ് ലീഡർഷിപ്പ്. 2 ഡയമെൻഷൻസ് ഓഫ് ലീഡർഷിപ്പ്: കൺസിഡറേഷൻ, ഇനീഷ്യേറ്റീവ്, സ്ട്രക്ചർ. ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സ്റ്റഡി പ്രകാരം 2 പ്രധാനപ്പെട്ട ഡയമെൻഷൻസ് ആണ് ലീഡർഷിപ്പിനുള്ളത് എന്നാണ് മനസ്സിലാക്കിയത്. ഒന്ന്, കൺസിഡറേഷൻ മീൻസ് മ്യൂച്വൽ റെസ്പെക്ട് കൊടുക്കുക, എംപ്ലോയീസ് മാനേജ്മെന്റ് തമ്മിൽ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ റോളൊക്കെ വേണം. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്ന ജോബ് ഇന്ന ആൾ ചെയ്യണം, നീ ആ ജോബ് ചെയ്യണം, നീ ഈ ജോബ് ചെയ്യൂ, അങ്ങനെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇവിടെ വേണം ലീഡർഷിപ്പ് തിയറിയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞത് ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രകാരമാണ്. ഒഹിയോ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പഠനപ്രകാരം 2 കാര്യങ്ങളാണുള്ളത്: കൺസിഡറേഷൻ, ഇനീഷ്യേറ്റീവ്, സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ, യൂണിവേഴ്സിറ്റി ഓഫ് മിക്കിഗൻ സ്റ്റഡീസ്. യൂണിവേഴ്സിറ്റി ഓഫ് മിക്കിഗൻ സ്റ്റഡീസിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് എംപ്ലോയി ഓറിയന്റഡ്, രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഓറിയന്റഡ്. എംപ്ലോയി ഓറിയന്റഡ് ആസ് വെൽ ആസ് പ്രൊഡക്ഷൻ ഓറിയന്റഡ്. എംപ്ലോയി ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ റിലേഷൻഷിപ്പിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ദാറ്റ് ഇസ് എംപ്ലോയി ഓറിയന്റഡ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് എംപ്ലോയി ഓറിയന്റഡ് എന്ന് പറയാ. പ്രൊഡക്ഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാലോ, പ്രൊഡക്ഷന് മാത്രമേ പ്രാധാന്യം കൊടുക്കുള്ളൂ, അവിടെ എംപ്ലോയീസിന് അധികം പ്രാധാന്യം ഉണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. There are 2 styles of leadership developed in the University of Michigan. Okay, employee oriented and production oriented. Next one, contingency theories. നമ്മുടെ മൂന്നാമത്തെ തിയറിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ലീഡർഷിപ്പ് തിയറീസിൽ നമ്മൾ ആദ്യത്തെ ട്രേഡ് തിയറി വി ഹാവ് ടു കംപ്ലീറ്റഡ്. ലെറ്റ്സ് വെയിറ്റ്, erase all the things. ട്രേഡ് തിയറി എന്താണ് നമ്മൾ പറഞ്ഞു. ബിഹേവിയറൽ തിയറീസിലെ മാനേജറൽ ഗ്രിഡ് തിയറി പറഞ്ഞു. കേർട്ട് ലീവൻ സ്റ്റഡീസ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ലോ പറഞ്ഞു. ദെൻ ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡിനെ കുറിച്ച് പറഞ്ഞു. ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് മിക്കിഗൻ സ്റ്റഡി നമ്മൾ പറഞ്ഞു. ദെൻ വി മൂവ് ഓൺ കണ്ടിജൻസി തിയറി. കണ്ടിജൻസി തിയറിയാണ് നമ്മൾ പറയാനുള്ളത്. കണ്ടിജൻസി തിയറിയിൽ ഏതൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. കണ്ടിജൻസി തിയറി മീൻസ് സിറ്റുവേഷണൽ തിയറി അക്കോർഡിംഗ് ടു സിറ്റുവേഷൻസ്. ഒരു സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ, ഒരു മെഷീനറി ഉണ്ടെന്ന് വിചാരിക്കാം. മെഷീനറി നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഒരു മെഷീനറി ഉണ്ട്. ആ മെഷീനറി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതായത് മെഷീനറി വർക്ക് ചെയ്യുന്നില്ല. അവിടുത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ആ മെഷീനറി വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു നല്ല ലീഡർ വേണം. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ അറിയുന്ന ഒരു ലീഡർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വിജയിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ദാറ്റ് ഇസ് കണ്ടിജൻസി തിയറി. കണ്ടിജൻസി തിയറീസ് ഇൻവോൾവ്സ് leadership is based on the situational approach. What do you mean by contingency theory? Contingency theory is nothing but contingency theory involves situational approach. Leadership is based on certain situations. That's it. Okay. According to this theory, an individual can be an effective leader on the circumstances in which the leader another one, in which an ineffective leader in another one. That is according to situation. According to situation, leadership is different. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ഫീൽഡേഴ്സ് കണ്ടിജൻസി മോഡൽ ഉണ്ട്, ട്രൈ ഡയമെൻഷണൽ ലീഡർ എഫക്റ്റീവ്നെസ് മോഡൽ ഉണ്ട്, ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് തിയറി ഉണ്ട്, പാത്ത് ഗോൾ തിയറി ഉണ്ട്, ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ ഉണ്ട്. യു റൈറ്റ് ഇറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ളൊരു ഒരു 30 സെക്കൻഡ് സമയം ഞാൻ തരാം. കണ്ടിജൻസി തിയറി എന്ന് പറയുന്നത് സിറ്റുവേഷണൽ തിയറീസ് ആണ്. കണ്ടിജൻസി തിയറീസിനെ പ്രധാനമായിട്ടും നമുക്ക് 5 ആയി തിരിക്കാം. ഫീൽഡേഴ്സ് that's important point. ഫീൽഡേഴ്സ് കണ്ടിജൻസി മോഡൽ, ട്രൈ ഡയമെൻഷണൽ ലീഡർ എഫക്റ്റീവ്നെസ് മോഡൽ, ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് തിയറി, പാത്ത് ഗോൾ തിയറി, ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോന്നും വളരെ ഈസി സിമ്പിൾ എക്സാമ്പിൾസിലൂടെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, FIED, ഫീൽഡേഴ്സ്. ഐ തിങ്ക് FIED
I have a doubt. His name. Not according to over conscious. ഇങ്ങനെയുള്ള ഓവർ കോൺഷ്യസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നോട്ട് ഫിഡ്ലേഴ്സ് ലൈക്ക് ദാറ്റ് പ്രൊനൗൺസിയേഷൻ സംതിങ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ പേരിൽ അത്ര ഓവർ കോൺഷ്യസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ഐ തിങ്ക് ഇറ്റ്സ് മേ ബി ഫിഡ്ലർ ലൈക്ക് ദിസ് ഓർ ലൈക്ക് ദിസ്. ഓക്കെ, നോ പ്രോബ്ലം, ദർ ഇസ് നോ പ്രോബ്ലം. ഫീഡ്ലർ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, വി മൂവ് ഓൺ. ഫ്രെഡ് ഇ ഫിഡ്ലർ. ഓക്കെ, he believes that the leadership effectiveness depends upon the personality and situations. Okay, personality and situation. He developed the concept of least preferred coworker, situational favorableness, leader match and mismatch. These concepts are developed by Fiedler. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇദ്ദേഹം പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ച് ലീഡർഷിപ്പ് മാറണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് ഓരോ നോക്കാം, വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ, അതായത് ഒരു സ്കെയിൽ പ്രകാരം ഒരാളെ വിലയിരുത്തുകയാണ്, ഒരു ലീഡറിനെ വിലയിരുത്തുകയാണ്. അപ്പം നമ്മൾ ഒരു സ്കെയിൽ കൊടുക്കുകയാണ്, എംപ്ലോയീസിന് ഒരു സ്കെയിൽ കൊടുക്കുകയാണ്. ഫ്രണ്ട്ലി, ഹെൽപ്ഫുൾ, ചിയർഫുൾ. ഓക്കെ, എംപ്ലോയി ചിലപ്പോൾ ഫ്രണ്ട്ലി എന്നുള്ളിടത്ത് ടിക്കറ്റ് ആയിരിക്കും, ചിലപ്പോൾ ചിയർഫുൾ എന്നുള്ളിടത്ത് ടിക്കറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഹെൽപ്ഫുൾ എന്നുള്ളിടത്ത് ടിക്കറ്റ് ആയിരിക്കും. ആ എംപ്ലോയീസിന്റെ ചോയ്സിനനുസരിച്ച് കൊടുക്കുകയാണ്. അതായത് ലീഡറിനെ എങ്ങനെയാണ് ഇവിടെ വിലയിരുത്തുന്നത്? ലീഡറിനെ ഒരു സ്കെയിൽ രൂപേണ വിലയിരുത്തുന്നതിനാണ് ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ എന്ന് പറയുക. അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് സ്കെയിൽ നമ്മൾ ഫ്രണ്ട്ലി, ഹെൽപ്ഫുൾ, ചിയർഫുൾ എന്നൊക്കെ പറഞ്ഞ ഒരു സ്കെയിൽ കൊടുക്കും. നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് സ്കെയിലിൽ ചിലപ്പോൾ അൺഫ്രണ്ട്ലി, അൺഹെൽപ്ഫുൾ, ഗ്ലൂമി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. ഒരു സ്കെയിൽ രൂപേണ ലീഡറിനെ നമ്മൾ വിലയിരുത്തും. ദാറ്റ് ഈസ് റെഫേർഡ് ടു ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ. ദെൻ സിറ്റുവേഷണൽ ഫേവറബിൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേം ആണ് ഇതിൽ. സിറ്റുവേഷൻ, അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ഹി ഡെവലപ്ഡ് ദ സ്കിൽ ഓഫ് ലീഡർഷിപ്പ്. സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹം ലീഡർഷിപ്പ് മാറ്റും. ചില സാഹചര്യങ്ങളിൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ആവശ്യം, ലീഡർ മെമ്പർ റിലേഷൻ ആയിരിക്കും ആവശ്യം. ചില സാഹചര്യങ്ങളിൽ ടാസ്ക് സ്ട്രക്ചർ ആയിരിക്കും ആവശ്യം, അതായത് പ്രൊഡക്ഷൻ ആയിരിക്കും കൂടുതൽ കൺസേൺ ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളിൽ പൊസിഷൻ പവർ ആയിരിക്കും ആവശ്യം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സീ ദാറ്റ് വൺ എക്സാമ്പിൾ ഐ വിൽ ഗിവ്. ഒരാൾ സ്ഥിരമായി വൈകി വരുന്നു, ലേറ്റ് ആസ്പിറൻസ് സ്ഥിരമായിട്ട് വൈകി വരുന്നു. അവിടെ ഉപയോഗിക്കേണ്ട ഏത് സിറ്റുവേഷനാണ്? അതായത് ഞാനിവിടെ ഓൾ ദ തിങ്സ് ആർ റൈസിംഗ്. ഓക്കെ, ഒരാൾ സ്ഥിരമായി വൈകി വരുന്നു, അവിടെ ലീഡർ പൊസിഷൻ പവർ ആണ് ഉപയോഗിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പവർ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അദ്ദേഹം, നീ എന്തിനാണ് വൈകി വന്നത്? നിങ്ങൾ ഇങ്ങനെ വൈകി വരികയാണ് എങ്കിൽ ഐ വിൽ ടേക്ക് ദ ആക്ഷൻ. പൊസിഷൻ പവർ അവിടെ ഉപയോഗിച്ചു. ചില സാഹചര്യങ്ങളിൽ എംപ്ലോയീസിന് റിലേഷൻഷിപ്പ് ആയിരിക്കും ആവശ്യം. എംപ്ലോയീസ് വളരെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എംപ്ലോയീസിന് അടുത്ത് പോയി നിന്നുകൊണ്ട് നിങ്ങൾ അധികം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഐ വിൽ ഹെൽപ്പ് യു. ദാറ്റ് ഈസ് ലീഡർ മെമ്പർ റിലേഷൻ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. ദെൻ ടാസ്ക് സ്ട്രക്ചർ, ഹൈലി പ്രൊഡക്ഷൻ ഓറിയന്റഡ്. നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരികയാണ്, ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾ അത് ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് ടാസ്ക് സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ, ലീഡർ മാച്ച് ആൻഡ് മിസ്മാച്ച് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ബിഹേവിയർ മാച്ച് ചെയ്യാനും മിസ്മാച്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലീഡർ മിസ്മാച്ച് ആൻഡ് മിസ്മാച്ച്, നോട്ട് ആസ് മച്ച് ആസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് വൺ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഫീൽഡ്ലെസ് കണ്ടിജൻസി മോഡൽ. ഓക്കെ, he developed the three concepts: least preferred coworker scale, LPC scale. Here one question may be arising. Who developed the concept of LPC scale? What do you mean by LPC? Least preferred coworker. Developed by Fred E. Fiedler. That's it. അപ്പോൾ ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കെയിൽ, സിറ്റുവേഷണൽ ഫേവറബിൾനെസ്, മാച്ച് ആൻഡ് മിസ്മാച്ച് കൺസെപ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ആരാണ്? ഫ്രെഡ് ഇ ഫീഡ്ലർ പ്രകാരമാണ്. ഓക്കെ, രണ്ടാമത്തെ തിയറി നോക്കാം. നമ്മളിപ്പോ കണ്ടിജൻസി തിയറിയിലെ രണ്ടാമത്തെ തിയറിയായ ട്രൈ ഡയമെൻഷണൽ ലീഡർ എഫക്റ്റീവ്നെസ് മോഡലാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഡെവലപ്ഡ് ബൈ പോൾ ഹേഴ്സി ആൻഡ് കെന്നത്ത് ബ്ലൻചാർഡ് ഇൻ ദ ഇയർ 1977. നോട്ട് ഇയർ ആസ് മച്ച് ആസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് UGC നെറ്റ് JRF കൊമേഴ്സ് എക്സാമിന്റെ എക്സാം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇയറുകളൊന്നും അധികം വരില്ല. ഇയറുകളൊന്നും വളരെ കുറവ് മാത്രമേ ഇയറുകൾ വരുള്ളൂ. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ്, ദാറ്റ്സ് ഇറ്റ്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ്, അതും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇയറുകളൊക്കെ വരുള്ളൂ. Not as much as difficult concept. May not be occurring in case of UGC NET JRF commerce exam. That's it. Tri-dimensional leadership theory പറയുന്നത് ഇങ്ങനെയാണ്.
ടാസ്ക് ബിഹേവിയർ ആൻഡ് റിലേഷൻഷിപ്പ് ബിഹേവിയർ ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. ഇതും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി അല്ല. ട്രൈ ഡയമെൻഷണൽ തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കാം. പോൾ ഹേഴ്സി ആൻഡ് കെന്നത്ത് ബ്ലെൻചർ. ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. ഇതും സിറ്റുവേഷൻ അനുസരിച്ച് ലീഡർ മാറണം എന്ന് തന്നെയാണ് പറയുന്നത്. ടാസ്ക് ബിഹേവിയർ, റിലേഷൻഷിപ്പ് ബിഹേവിയർ ഒക്കെയാണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, കണ്ടിൻജൻസി തിയറിയിലെ മൂന്നാമത്തെ ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് തിയറി, LMX തിയറി, ഡെവലപ്ഡ് ബൈ ജോർജ് ബി ഗ്രൈൻ. In group and out group concept developed by who? Repeated question. In group and out group. In group and out group concept developed by. In group and out group concept of leadership is developed by who? The answer is George B. Grine. George B. Grine developed the concept of in group and out group concept of leadership. Very simple. In group means group in the ullil ninnukonde. That is highly relationship. So much of relationship occurred in case of in group. In group. Next one, out group. Lack of relationship, most focused on production. Okay. There are two ways in leadership: in group and out group. In group and out group concepts are developed by George B. Grine according to leader member exchange theory. Who developed the concept of LMX theory? One question may be who developed the concept of LMX theory? LMX means what? Leader member exchange theory developed by George B. Grine. There is in group and out group. In group എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവിടെ ഒരു വലിയ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഔട്ട് ഗ്രൂപ്പിലോ there is no relationship. There is no such relationship. Okay. Then path goal theory. Contingency theory യിലെ അഞ്ചാമത്തെ തിയറിയാണ് path goal theory. Robert House, developed by Robert House. According to this theory, leader clarify and set goals with the subordinates to help to find out the best path. That's it. Best path ആണ് ഏറ്റവും നല്ല വഴി. ചിലപ്പോൾ ഏറ്റവും നല്ല വഴി അഡ്വർടൈസ്മെന്റ് ആവും. അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാക്കാം എന്നുള്ളത് ഒരു വഴിയാണ്. നെക്സ്റ്റ് വൺ, എംപ്ലോയീസ് ഒക്കെ നല്ല രീതിയിൽ ജോലി ചെയ്താൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാം. ദാറ്റ്സ് നെക്സ്റ്റ് വേ. അക്കോർഡിംഗ് ടു ബെസ്റ്റ് പാത്ത്, ഏറ്റവും നല്ല പാത്ത്, ഏറ്റവും നല്ല വഴി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ദാറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ റോബർട്ട് ഹൗസ്. ദ തിയറി ഓഫ് path goal theory. The question is who developed the theory of path goal theory? Who developed the theory of path goal theory? The question is who developed the theory of path goal theory? The answer is Robert House. Robert House developed the theory of path goal. Another question we may have to focus this area is okay. One question is path goal theory ഏതുമായിട്ട് റിലേറ്റഡ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻസ് ചിലപ്പോൾ ലീഡർഷിപ്പ് കൊടുക്കാം, മോട്ടിവേഷൻ കൊടുക്കാം, ലൈക്ക് ദാറ്റ്. പാത്ത് ഗോൾ തിയറി ഈസ് റിലേറ്റഡ് ടു കംപ്ലീറ്റ്ലി ഓൺ ലീഡർഷിപ്പ്, നോട്ട് മോട്ടിവേഷൻ. ചിലപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നാം, ലീഡർഷിപ്പ് ആണോ മോട്ടിവേഷൻ ആണോ പാത്ത് ഗോൾ തിയറി? പാത്ത് ഗോൾ തിയറി ഈസ് റിലേറ്റഡ് ടു ലീഡർഷിപ്പ്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ ബൈ ബ്രൂം, യെട്ടൺ, ജാഗോ. ഈ മൂന്ന് പേരാണ് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ ഡെവലപ്പ് ചെയ്തത്. നോട്ട് ആസ് മച്ച് ആസ് ഇമ്പോർട്ടന്റ് തിയറി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ എന്നാലും നോക്കുക, ഹു ഡെവലപ്ഡ് ദ തിയറി ഓഫ് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ? ബൈ ബ്രൂം, യെട്ടൺ, ജാഗോ. ഈ മൂന്ന് പേര് കൂടെ കൂടി ചേർന്നിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ലീഡേഴ്സ് ആൻഡ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, ലീഡേഴ്സും വർക്കേഴ്സും തമ്മിൽ ഒരു പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ് എന്നതാണ് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡലിൽ പറയുന്നത്. ഓക്കെ, വി മൂവ് ഓൺ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും okay, one more theory is left, transformational theory. Trait theory നമ്മൾ ഡിസ്കസ് ചെയ്തു, ബിഹേവിയറൽ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു, കണ്ടിൻജൻസി തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്രാൻസ്ഫോർമേഷണൽ തിയറി ആസ് നോട്ട് ആസ് മച്ച് ആസ് ഇമ്പോർട്ടന്റ്, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു തിയറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലനേഷനിൽ കൊടുക്കാതിരുന്നത്. അപ്പൊ ട്രാൻസ്ഫോർമേഷണൽ തിയറി മീൻസ് ജസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇസ് നീഡഡ്. എംപ്ലോയി ടു എംപ്ലോയി ട്രാൻസ്ഫോർമേഷൻ ഇസ് നീഡഡ്. ദാറ്റ് ഈസ് ഒരു എംപ്ലോയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നു. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷനിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നു. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ തിയറി, നോട്ട് ആസ് മച്ച് ആസ് ഇമ്പോർട്ടന്റ്. 3 theories are very much important. ട്രേഡ് തിയറി, ബിഹേവിയർ തിയറി, കണ്ടിൻജൻസി തിയറി. അതിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്
മാനേജറൽ ഗ്രിഡ് ആണ്. മാനേജറൽ ഗ്രിഡ് ഇസ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. മാനേജറൽ ഗ്രിഡ് ഇസ് okay, managerial grid is most repeated question. You should look this. Managerial grid theory is very much important. Okay. ഇനി നമുക്ക് നോക്കാനുള്ളത് മാക്സ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറിയാണ്. അതിന് മുമ്പായിട്ട് ഒരു റിവിഷൻ ആവശ്യമാണ്. മാനേജറിയൽ ഗ്രിഡ് തിയറി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ. ഇവിടെ പ്രൊഡക്ഷൻ ആണ് വരിക, ഇവിടെ പീപ്പിൾ ആണ് വരിക. ഓക്കെ. There is 5 style: improvised, country club, team leader, authoritarian. So much as important concept. Okay. Then another important concept is Kurt Lewin University of Lowell നടന്ന സ്റ്റഡി പ്രകാരം 3 ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ട്. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലേസർ ഫെയർ. വെരി മച്ച് ഇമ്പോർട്ടന്റ്. Okay. Kurt Lewin studies at University of Iowa is related to what എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ ആയിട്ട് മോട്ടിവേഷൻ സ്റ്റഡി, ലീഡർഷിപ്പ് സ്റ്റഡി എന്നൊക്കെ കൊടുക്കാം. ലീഡർഷിപ്പ് സ്റ്റഡി. Kurt Lewin studies at the University of Iowa is related to leadership study. That's it. Then maybe this one, least preferred coworker. LPC scale ആരാണ് ഡെവലപ്പ് ചെയ്തത്? പ്രൊഫസർ ആണോ എനിക്കറിയില്ല. I don't know. Fred E. Fiedler. That's it. Fiedler എന്ന് പറയുന്ന വ്യക്തിയാണ് LPC സ്കെയിൽ ഡെവലപ്പ് ചെയ്തത്. That's it. Then this one is very much important one. Okay. In-group and out-group concept of leadership is developed by who? Very important question. Developed by George B. Grant. Okay, that's it. Then we move on Max Weber bureaucratic theory. ലോങ് സെഷൻ ആണ്. മാക്സ് വെബർ ബ്യൂറോക്രാറ്റിക് തിയറി കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ദാറ്റ്സ് ഇറ്റ്. മാക്സ് വെബർ ബ്യൂറോക്രാറ്റിക് തിയറി is continuously repeated question. Most repeated previous year question. We move on a star like this. 1 star, 2 star, 3 star, 4 star, 5 star. 5 star I will given this one. Most repeated question. That I given 5 star. Most repeated previous year question. Max Weber bureaucratic theory. Okay. We will move on very slowly. Okay. Let me start now. Okay. What do you mean by bureaucracy? What do you mean by bureaucracy? Bureaucracy means formal, strict, formal. There is well-defined line of authority. There is a government organization. Government ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ക്ലിയർ കട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേ ബി ദെയർ ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ബ്യൂറോക്രാറ്റിക്കൽ തിയറി. നമ്മളൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് തിരക്കുകളുള്ള ഓഫീസായിരിക്കും. ഗവൺമെന്റ് ഓഫീസൊക്കെ ഒരുപാട് തിരക്കുകളായിരിക്കും. വളരെ ടൈം കൺസ്യൂമിങ് പ്രോസസ് മേ ബി ദെയർ. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് പറയാം. ബ്യൂറോക്രാറ്റിക് സിസ്റ്റം മേ ബി like that. There is a formal rules and regulations there. Formal things. All the things are according to formal nature. That's it. All the things are according to formal nature. That is called bureaucratical system. Then we move on. This question is very much. We move on this question. Red tapeism. Bureaucratic management leads for red tapeism. What do you mean by red tapeism? Just think it. What you mean by red tapeism? Just you think it. What do you mean by red tapeism? I said that bureaucratic theory is based on the concept of formal procedures. Formal procedures ആണ് ഇവിടെ വരിക. ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ വരിക. Bureaucratic management leads for red tapeism. This one is a question. Red tapeism. What do you mean by red tapeism? നമുക്കൊരു ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ വളരെ തിരക്കുകളായിരിക്കും അല്ലെ, ബിസി ഷെഡ്യൂൾ ആയിരിക്കും. ഈ ബിസി ഷെഡ്യൂള് അതുപോലെ തന്നെ ഫോർമൽ പ്രൊസീജിയർ, ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ബിസി ഷെഡ്യൂൾ ഉണ്ട് അല്ലെ, that formal structure is called red tapeism. Very repeated question in my memory. Not as much as confirmed. ഞാൻ കൺഫേം ചെയ്യുന്നില്ല.
പക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് റെറ്റാപ്പിസം. എനിവേർ ഐ റീഡ് ദാറ്റ് തിങ്. ഞാൻ എവിടെയോ അത് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. സോറി. സോ യു ഷുഡ് ഫോളോ ദിസ്. റെറ്റാപ്പിസം മീൻസ് ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ട് ഡിലേ ആവുക, ഒരുപാട് ബിസി ആവുക ഒക്കെ നമുക്ക് റെറ്റാപ്പിസത്തിനെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, റെറ്റാപ്പിസം. ഇനി നമുക്ക് ബ്യൂറോക്രാറ്റിക്കൽ തിയറിയിലേക്ക് വരാം. There is a well-defined line of hierarchy, well-defined line of authority is there in case of bureaucratical theory. Bureaucratic theory ഒരു well-defined hierarchy ഉണ്ട്. That's it. Highest authority ഉണ്ട്, middle authority ഉണ്ട്, lowest authority ഉണ്ട്. അങ്ങനെ ഒരു hierarchy ഉണ്ട്. നമ്മൾ ആദ്യം നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്, ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് വിചാരിക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യും. ദെൻ നെക്സ്റ്റ് താലൂക്കിൽ പോയി അപ്ലൈ ചെയ്യും. ദെൻ അങ്ങനെ പഞ്ചായത്ത്, ദെൻ താലൂക്ക്, ദെൻ മേ ബി കോർപ്പറേഷൻ, ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല നമ്മൾ പോകുക. ഒരു ഹൈറാർച്ചിയില്ലേ, ഒരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈറാർച്ചിയില്ലേ, ദർ മേ ബി എൻ ഓർഡർ, ദർ മേ ബി എ ഹൈറാർച്ചി, ദർ മേ ബി എ ഫോർമൽ റൂൾസ്. ദാറ്റ് ഈസ് ഒക്യൂർ ഇൻ കേസ് ഓഫ് മാക്സ് വെബർ ബ്യൂറോക്രാറ്റിക് തിയറി. ഞാനിവിടെ കുറച്ച് കൂടുതൽ ടൈം ഫോക്കസ് ചെയ്യും, കാരണം ഇവിടുന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് സെലക്ഷൻ ചെയ്യുക, പ്രൊമോഷൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ബ്യൂറോക്രാറ്റിക് തിയറി പ്രകാരം ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഹി ഹാസ് സ്കിൽസ്, ഹി ഷുഡ് സെലക്ട് ഇറ്റ്. അദ്ദേഹത്തിന് സ്കിൽ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ കഴിവില്ലാത്തവരെ എടുക്കുമോ? Like in government system, you can see this like net exam, national eligibility test, net exam. കഴിവുള്ളവർ മാത്രമല്ല നെറ്റ് എക്സാമിൽ ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. 6% ആണ് മിനിമം പെർസെന്റേജ് എങ്കിൽ 6% ആൾക്കാരല്ലേ അവിടെ ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. എക്സാം എഴുതിയ ആൾക്കാരിലെ 6% ആൾക്കാരെ ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. That's it. Net qualification is based on skills. That is bureaucratic system is also based on selection. അതുപോലെ തന്നെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ്. അദ്ദേഹത്തിന് കഴിവുണ്ട്, അദ്ദേഹത്തിന്റെ സ്കില്ലുകളൊക്കെ അനുസരിച്ചാണ്. Then bureaucracy is the most common line of organization in the government structure. ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈലാണ് എന്തെന്ന് പറയുന്നത്? ബ്യൂറോക്രസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ബ്യൂറോക്രസി ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല. ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫോർമൽ സ്ട്രക്ചർ ഒന്നും നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടീഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരിക്കലും തുടങ്ങാൻ വേണ്ടി പറ്റണമെന്നില്ല. ദാറ്റ് ഈസ് ബ്യൂറോക്രസി ഈസ് റിലേറ്റഡ് ടു ഗവൺമെന്റ് സ്ട്രക്ചർ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ ഈ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ സാധ്യതകളുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ടൈം ഫോക്കസ് ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കാം. വെൽ ഡിഫൈൻഡ് ലൈൻ ഓഫ് അതോറിറ്റി. ദർ ഇസ് എ വെൽ ഡിഫൈൻഡ് ലൈൻ ഓഫ് അതോറിറ്റി. ക്ലിയർ കട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ there. Fair selection and based on qualification. Then bureaucracy is the most common line of organizations in the government. Bureaucracy is not suitable for new business startup. ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ who developed the theory of bureaucratic theory? Developed by Max Weber. Bureaucratic theory is related to what? Leadership. That's the question. Then next one. ബ്യൂറോക്രാറ്റിക് തിയറിയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ബ്യൂറോക്രാറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ് തരാം. ഇത് ബ്യൂറോക്രാറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ടതാണോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. വെൽ ഡിഫൈൻഡ് ലൈൻ ഓഫ് അതോറിറ്റി, ക്ലിയർ കട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ആർ സ്ട്രിക്ട്ലി ഫോളോഡ്, ഫെയർ സെലക്ഷൻ ആൻഡ് പ്രൊമോഷൻ ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ. Bureaucracy is the most common line of organization used by the government scenario. Then bureaucracy is not suitable for the new business concern. That's it. Next one. This one is very much important. We will give a 2 star, 3 star. Okay, 3 star this. Bureaucratic theory, very much important given. Very much importance is given bureaucratic theory. Okay. Let me start. മടുത്തിട്ടുണ്ടാവും ഒരുപാട് പേര് മടുത്തിട്ടുണ്ടാവും. ദിസ് വൺ ഈസ് ലൈക്ക് ദാറ്റ്. നെറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. നമ്മളൊരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഭൂരിഭാഗം ഏരിയകളും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ്. ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനനുസരിച്ച് തന്നെയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്ലൈഡുകളും ഡെവലപ്പ് ചെയ്തത് അങ്ങനെയാണ്.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആസ് വെൽ ആസ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്. ഇനി ഭാവിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ സ്ലോയിൽ നീങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഫാസ്റ്റിൽ പോവുകയാണെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് വളരെ സ്ലോയിൽ നീങ്ങുന്നത്. ലൈക്ക് വി slowly we will move. Finally we will reach the target. That's it. Okay. Principles of bureaucratic theory: proper division of labor, authority hierarchy, impersonality, formal selection, formal rules, career orientation. That's it. Okay. First one is proper division of labor. Principles of bureaucratic theory ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെയാണ് പ്രോപ്പർ ഡിവിഷൻ ഓഫ് ലേബർ. പ്രോപ്പർ ഡിവിഷൻ ഓഫ് ലേബർ നമുക്കറിയാം അല്ലേ? നമ്മുടെ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എടുത്തോളൂ. ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ബ്യൂറോക്രാറ്റിക് തിയറീസ് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടൊരു തിയറിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോട്ട് റിലേറ്റഡ് ടു ലീഡർഷിപ്പ് തിയറി. ലീഡർഷിപ്പ് തിയറിയുമായി ബന്ധപ്പെട്ടതല്ല. ഐ മിസ്റ്റേക്കൺ. ഞാനത് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ബ്യൂറോക്രാറ്റിക് തിയറി ഇസ് നോട്ട് റിലേറ്റഡ് ടു ലീഡർഷിപ്പ്. ഇറ്റ്സ് എ ലൈക്ക് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിൽ ഒരു സ്ട്രക്ചറാണ് ഇത്. മാനേജ്മെന്റിൽ ഒരു ഓർഗനൈസേഷൻ ടൈപ്പ് സ്ട്രക്ചറാണ് ബ്യൂറോക്രാറ്റിക് തിയറി എന്ന് പറയുന്നത്. ബ്യൂറോക്രാറ്റിക് തിയറി ഇസ് നോട്ട് റിലേറ്റഡ് ടു ലീഡർഷിപ്പ്. Leadership theories are this one is leadership theories. Okay, leadership theories, this one. Bureaucratic theory is not included in the leadership theories. That's it. I mistaken. Next one. Proper division of labor. Okay. Specialization should be fixed. Division of labor എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യലൈസേഷനിലേക്ക് നീങ്ങും. നമ്മൾ ഒരു ഓർഗനൈസേഷൻ, ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റായി തിരിച്ചിട്ടുണ്ടാവും. മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റായിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റായി തിരിച്ചില്ലേ? ഗവൺമെന്റ് സ്ട്രക്ചർ തന്നെ ടീച്ചേഴ്സിനെ ഒരു ഡിപ്പാർട്ട്മെന്റായി തിരിച്ചു. അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വേറെ ഡിപ്പാർട്ട്മെന്റായി തിരിച്ചു. മോണിറ്ററി പോളിസി അലോക്കേറ്റ് ചെയ്യുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയൊക്കെ പ്രോപ്പർ ഡിവിഷൻ ഓഫ് ലേബർ ഇസ് ദെയർ. Division of labor will leads to what? Specialization. That's a very repeated question. Division of labor leads to specialization. That's it. Division of labor. ഇങ്ങനെ ഓരോരാളെയും ഡിവൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം ഒരാൾ ചെയ്യുന്നതും that's not point. ഒരു കാര്യം ഒരാൾ ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഒറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ 5 മണിക്കൂർ സമയമാണ്. 5 മണിക്കൂർ സമയമാണ് ഒരു കാര്യം ഒരാൾ ചെയ്യുകയാണ്. ഒരു കാര്യം 5 പേർ ചെയ്യുകയാണെങ്കിലോ 1 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കാര്യം 5 പേർ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കാര്യം ഒരാൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിലോ 5 മണിക്കൂർ വേണ്ടി വരും. 5 പേർ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ മതി. ദാറ്റ്സ് ഇറ്റ്. ടൈം ലാഭമാണ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കും. ദാറ്റ് ഈസ് പ്രോപ്പർ ഡിവിഷൻ ഓഫ് ലേബർ. Bureaucratic theory, I already said that. Previous year question, most repeated question. Next one, authority hierarchy, chain of command. Top authority may be there, then middle authority there, lowest authority there. There is a clear cut hierarchy is there. ഉയർന്ന അതോറിറ്റി ഉണ്ടാവും, മിഡിൽ അതോറിറ്റി ഉണ്ടാവും, താഴ്ന്ന അതോറിറ്റി ഉണ്ടാവും. That's a clear cut hierarchy is there. That's it. Next one, impersonality. What do you mean by impersonality? Rules should be applied uniformly. Universal applicability of there. Okay. Bureaucratic system is applicable in not only India also, but also America, but also other states, other country also. That is universally applicable systems. The bureaucratic system is universally applicable. Okay. All over the world is applicable. That is impersonality. Okay, then formal selection is there. Based on skill, experience and qualification, there is a formal selection. ഞാൻ പറഞ്ഞല്ലോ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ടൈപ്പ് ഓഫ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് there. Not as much as experience is needed, skill is needed. സ്കിൽ അത്യാവശ്യമാണ്. എക്സ്പീരിയൻസ് ഈസ് ഓൾസോ ബി ദെയർ. നിങ്ങളൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ നെറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ 5ാമത്തെ പ്രാവശ്യം ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. ചിലപ്പോൾ 2ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ കിട്ടിയവരുണ്ടാവും. ചിലപ്പോൾ 1ാമത്തെ പ്രാവശ്യം കിട്ടിയവരുണ്ടാവും. ചിലപ്പോൾ 3 പ്രാവശ്യം എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് യു ഷുഡ് ക്രിയേറ്റ്. എക്സ്പീരിയൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് 4ാമത്തെ എക്സാം എഴുതിയപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി 4ാമത്തെ എക്സാമിൽ നിങ്ങൾക്ക് കിട്ടി.
2 എക്സാം എഴുതിയപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടി, എങ്ങനെയാണ് നെറ്റ് എക്സാം നടക്കുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടി. 3ാമത്തെ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഇസ് ഫോർമൽ സെലക്ഷൻ ബേസ്ഡ് ഓൺ സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്. നമ്മുടെ എല്ലാ അതോറിറ്റിയിലേക്കും നമ്മൾ എടുക്കുന്നത്, ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്യൂറോക്രാറ്റിക് തിയറി ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഈ പ്രിൻസിപ്പിൾ തന്നിട്ട് ഇതിൽ ബ്യൂറോക്രാറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ താഴെ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രിൻസിപ്പിൾ താഴെ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ബ്യൂറോക്രാറ്റിക് പ്രിൻസിപ്പിൾസിൽ പെടാത്തത് ഏത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് UGC നെറ്റ് JRF കൊമേഴ്സ് എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. നോട്ട് ദെൻ ഫോർമൽ റൂൾസ്. As we know that formal written formal rules are written in a formal way. That's it. Then career orientation means managers are career professionals ആയിരിക്കും, not orders of the unit of they manage. They are actually management, all the persons selected as per bureaucratic management പ്രകാരം സെലക്ട് ചെയ്യുന്ന എല്ലാവരും highly skilled personnels as highly professionals. That's it. ബ്യൂറോക്രാറ്റിക് സിസ്റ്റം പ്രകാരം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എല്ലാ പേഴ്സൺസും ഹൈലി സ്കിൽഡ് ആയിരിക്കും, ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കും. ദാറ്റ് ഈസ് കരിയർ ഓറിയന്റേഷൻ. Next one, most expected question is there. I already said, but one more time I will give the explanation. Red tapism. What do you mean by red tapism? ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഫയല് മറ്റൊരു അടുത്ത ടേബിളിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യും, കുറെ സമയം പിടിക്കും. ദാറ്റ് ഇസ് എ ഫോർമൽ പ്രൊസീജിയർ ഇസ് there. ദാറ്റ് ഇസ് എ റെഡ് ടാപ്പിസം. ഞാൻ പറഞ്ഞല്ലോ, ബ്യൂറോക്രാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്യൂർലി ബേസ്ഡ് ഓൺ ഗവൺമെന്റ് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ there is a time needed, there is lot of formality time is needed. ആ ഫോർമാലിറ്റി ടൈമിനാണ് നമ്മൾ എന്ത് പറയാ, റെഡ് ടാപ്പിസം എന്ന് പറയുക. ദാറ്റ് ഈസ് റെഡ് ടാപ്പിസം. മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഈസ് there. ഓക്കെ ഇനി നമുക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം. മുഴുവൻ ഭാഗം നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ദ ലീഡർഷിപ്പ് തിയറിയിൽ നിന്ന് കൊണ്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് ചോദ്യങ്ങൾ വരിക എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമ്മളൊരു കാര്യം പഠിച്ചാൽ മാത്രം പോരാ, അവിടുന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരിക എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു 10 മിനിറ്റ് സമയം കൂടെ എനിക്ക് തന്നാൽ മതി, ഞാനിത് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് മനസ്സിലാക്കി തരാം. ഓക്കെ, ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ട്രെയിൻ. ഞാനൊരു ചോദ്യങ്ങളൊക്കെ പറയും, നിങ്ങൾ അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക. ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ഇൻബോൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പീപ്പിൾ. വിച്ച് തിയറി ഡീൽസ് ദിസ്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇൻബോൺ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ്. ഏത് തിയറിയാണ് ഇത് ഡീൽ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ട്രേറ്റ് തിയറി. നെക്സ്റ്റ് വി മൂവ് ഓൺ അനദർ ക്വസ്റ്റ്യൻ. Okay, this one is most repeated question. Who developed the theory of managerial grid? ആര് ഡെവലപ്പ് ചെയ്തു? റോബർട്ട് ബ്ലേക്ക് ആൻഡ് ജെയിൻ മൗണ്ടൺ. ഈ രണ്ടുപേര് കൂടി ചേർന്നിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? മാനേജറിയൽ ഗ്രിഡിൽ ഉൾപ്പെടുന്ന ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ദാറ്റ് ഈസ് കൺട്രി ക്ലബ് ഉൾപ്പെടും, ടീം ലീഡർ ഉൾപ്പെടും, അതോറിറ്റേറിയൻ, ഇംപ്രവൈസർ, മിഡിൽ ഓഫ് ദ റോഡ്. ഓക്കെ, അനദർ ക്വസ്റ്റ്യൻ ഈസ് കൺട്രി ക്ലബ് ഫോക്കസിംഗ് ഓൺ വാട്ട്? ലോ പ്രൊഡക്ഷൻ, ഹൈ പീപ്പിൾ. ടീം ലീഡർ ഈസ് ഫോക്കസിംഗ് ഓൺ വാട്ട്? ഹൈ പ്രൊഡക്ഷൻ, ഹൈ പീപ്പിൾ. ദാറ്റ് ഈസ് 9-9. High production, high people. That's it. Authoritarian focused on what? 9-1. That is high production, low people. Okay, then we move on. Next one. Okay, this is the most important question. Who developed the three concepts of autocratic, democratic, laissez-faire? Who developed the concept? Direct questions I only focused now. After all, I will discuss the indirect question also. Okay.
Kurt Lewin studies at University of Iowa, focused on autocratic, democratic laissez-faire. That's it. Next one. This is not as much as important. Yes. Who developed the LPC scale? Who developed the LPC scale? Answer is Fred E. Fiedler. Next question. Who developed the concept of LMX theory? George B. Graham. Who developed the concept of in-group and out-group concept of leadership? Very not repeated question, most expected question. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. In-group and out-group relationship of leadership is developed by George B. Graham in the LMX theory. LMX theory means leader member exchange theory. In-group means ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഹൈ റിലേഷൻഷിപ്പ് ആണ്. Out-group means there is lack of relationship. There is not lack of relationship. That's it. Next one. Path goal theory. Robert House is developed by path goal theory. Not as much as important. Then this one is, I think, most repeated question. Bureaucratic theory. Who developed the concept of bureaucratic theory? ഞാൻ പറയാണ് bureaucratic theory leadership theory-യുമായിട്ട് ബന്ധമില്ല. Leadership theory കഴിഞ്ഞതിന് ശേഷം ഞാൻ bureaucratic theory ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. Bureaucratic theory is not related to leadership also. Okay, not related to leadership. Bureaucratic theory. Bureaucratic theory develop ചെയ്തതാണ് Max Weber. Max Weber developed the concept of bureaucratic theory. Principles of bureaucratic theory. Very much important one. These principles തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെട്ടത് ഏത്, ഇതിലൊക്കെ ബ്യൂറോക്രാറ്റിക് തിയറിയിൽ ഉൾപ്പെടുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. ബ്യൂറോക്രാറ്റിക് തിയറിയിൽ ഉൾപ്പെടുന്ന പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. ബ്യൂറോക്രാറ്റിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പഠിക്കാനുള്ള റെഡ് ടാപ്പിസം അവോയ്ഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് റെഡ് ടാപ്പിസവുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ് തിയറി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. റെഡ് ടാപ്പിസം മീൻസ് മോർ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. വി മൂവ് ഓൺ. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് സമയം കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ് വെരി ക്ലിയർ. വെരി ലോങ് സെഷൻ ഫോർ യു. 50 minutes plus സെഷൻ. അതുകൊണ്ട് തന്നെ സം ടൈം ഈസ് കൺസ്യൂമിങ്, ബട്ട് ഐ തിങ്ക് യു ആർ ബെനിഫിഷ്യൽ. നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. യു ഷുഡ് മേക്ക് ആസ് കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾ വരിക. അപ്പം കൂടുതൽ നമുക്ക് പ്രചോദനമാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കമന്റ് ബോക്സിലൊക്കെ കൂടുതൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് കൂടുതൽ പ്രചോദനമാവും നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ 25 ഡേ ക്രാഷ് കോഴ്സിന്റെ ഇടയിൽ തന്നെ ഭൂരിഭാഗം ഓൾമോസ്റ്റ് ഓൾ ദ കൺസെപ്റ്റ് ഓഫ് കൊമേഴ്സ് വിൽ ബി ഡിസ്കസ്ഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓൾമോസ്റ്റ് ഓൾ ദ കൺസെപ്റ്റ് ഐ വിൽ ഡിസ്കസ്ഡ്. ഇഫ് ഐ കാണ്ട്, എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ 25 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഐ വിൽ ഇൻക്രീസ് ദ ക്രാഷ് കോഴ്സ് ഡേയ്സ് 30 ദിവസത്തേക്കോ അല്ലെങ്കിൽ 50 ദിവസത്തേക്കോ ഒക്കെ നീട്ടും. അക്കോർഡിംഗ് ടു കവറിംഗ് ഓഫ് സിലബസ് കവർ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ എണ്ണം നീട്ടുക. ബിഫോർ യുവർ എക്സാം ഓൾ ദ പാർട്സ് വിൽ ബി കവറിംഗ് based on commerce subject as well as general paper also be available in this channel. Will be soon uploaded. Very soon general paper also be uploaded. General paper crash course will be soon be uploaded. Okay, thank you for watching. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഡേ 15 ആണ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാനുള്ളത്. ഡേ 15 will be uploaded within 3 or 4 days. I will be uploaded day 15. Some time is needed because of time. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം 4 ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എടുക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് റിസർച്ച് ഒക്കെ നടത്തിക്കൊണ്ട് ആ ഒരു മേഖലയിൽ റിസർച്ച് നടത്തിക്കൊണ്ട് ഞാൻ സെൽഫ് റിസർച്ച് നടത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോ ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് 3 or 4 days is needed to upload a video. Very beneficial for you. All the videos are very beneficial for you. Utilize these videos and qualify which is in JRF as soon as possible. Okay. Your exam date, I think it's maybe one official TT I found ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. അടുത്ത് മീൻസ് ഒരു 2 മാസത്തിനപ്പുറം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മേ ബി ദിസ് എ ചാൻസ് only a chance. Okay, 2 months sure you get I think 2 months 3 months 3 മാസത്തോളം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സമയം കിട്ടും. 3 മാസത്തോളം പഠിക്കാനുള്ള സമയം കിട്ടും. ദാറ്റ് ഇസ് around 80 days 80 ദിവസത്തോളം നിങ്ങൾക്ക് കിട്ടും. 80 days ഐ തിങ്ക് കിട്ടാൻ സാധ്യതകളുണ്ട്. ചാൻസ് ഓൺലി. 80 ദിവസത്തോളം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ആ ഒരു സമയമൊക്കെ
നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഡേ 15 നമുക്ക് മാനേജ്മെന്റിന്റെ ബിസിനസ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗം കൂടി ഡേ 15 നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.